400ഓളം കൊലപാതകങ്ങൾ നടന്ന ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങൾ തെളിയുമോ? സൗജന്യ എന്ന പെൺകുട്ടിയെ കൊന്നതാര്? 400ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട തൊഴിലാളിയെ തെളിവെടുപ്പിനായി ധർമ്മശാലയിലേക്ക് കൊണ്ടുവരുമോ? പോലീസും ജഡ്ജിയും മന്ത്രിസഭയും ഒക്കെ ഇവരുടെ കീഴിലോ? എല്ലാം അന്വേഷണത്തിൽ തെളിയുമോ? കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് 400ഓളം കൊലപാതകങ്ങൾ നടന്നിട്ടും ഒന്നിന്റെയും തെളിവുകളൊന്നും പുറത്തു വരുന്നില്ല. എന്തായിരിക്കും ഇതിന് കാരണം? കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കർണാടകയിലെ പുണ്യപുരാതന ഭൂമിയാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ ആത്മശാന്തി തേടി എത്തുന്ന സ്ഥലമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത്. ഉള്ള ഒരു പുണ്യസ്ഥലത്താണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷണത്തിനാണ് പോലീസും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളുമൊക്കെ. അവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ ഇതിന്റെ സത്യം അറിയുവാൻ വേണ്ടി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അവിടുത്തെ ഭരണകൂടവും പോലീസുമൊക്കെ ഈ ധർമ്മശാലയ്ക്ക് എതിരെ പ്രവർത്തിക്കുവാൻ അവർക്ക് ഭയമാണ്. കാരണം അത്രയും നിഗൂഢമായ ഒരു രഹസ്യമാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. 400ഓളം കൊലപാതകങ്ങൾ നടന്നിട്ടും ഒരു കേസിൽ പോലും ഇവരെ അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ കഴിയാത്ത അത്രയും നിഗൂഢമായ രഹസ്യങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത്. അത്രയും ക്രൂരമായ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്. ഈ ധർമ്മസ്ഥലയിലെ പോലീസും നീതിപീഠവും ഒക്കെ ഇവരുടെ കൂടെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ധർമ്മസ്ഥലയിലെ ഭരണാധികാരികളുടെ വാദം ഇതൊന്നും കൊലപാതകമല്ലെന്നും ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ അഭയം തേടി എത്തുമ്പോൾ അവർ മരിച്ചു പോകുന്നതാണെന്നും അവരെയാണ് ഈ ഭാഗത്തെല്ലാം കുഴിച്ചിടുന്നത് എന്നുമാണ് പറയുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല, അതിൻ്റെ സത്യം അതല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം. കർണാടകയിൽ നിന്നും നൂറുകണക്കിന് പെൺകുട്ടികളെയാണ്, വിദ്യാർത്ഥികളും തെരുവിലലയുന്ന പെൺകുട്ടികളുമായ നൂറുകണക്കിന് പെൺകുട്ടികളെയാണ് അപ്രതീക്ഷമായിരിക്കും, മിസ്സിംഗ് ആയിരിക്കും. അവരുടെയൊന്നും ഒരു തെളിവുകളും കർണാടക പോലീസിന്റെ കയ്യിലില്ല, അവർക്ക് കിട്ടുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടികളൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇതിന് ഒരു തെളിവുമില്ല. അങ്ങനെ പോലീസിനും തെളിവുകളില്ലാതെ ഉഴയുന്ന സമയത്താണ് ഈ ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്ന 10-25 വർഷത്തോളം ജോലി ചെയ്തിരുന്ന ഒരാൾ പുറത്തു വരുന്നതും അദ്ദേഹത്തിന് ഈ ഇത്തരം പ്രവർത്തികളോട് മനം മടുത്ത് പുറത്തു പോകുന്നു. ഈ മനുഷ്യനാണ് ഈ മൃതദേഹങ്ങളെല്ലാം കുഴിച്ചിട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം ഇപ്പോൾ പോലീസിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. പോലീസിനെ കണ്ട്, ഒരു അഡ്വക്കേറ്റിനെ കണ്ട് പോലീസിൽ ചെന്ന് പരാതിപ്പെട്ട് ആ കേസ് ഇപ്പൊ വീണ്ടും പുറത്തു വന്നിരിക്കും. 1995 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ ധർമ്മസ്ഥലയിലുള്ള കുറെ പേർ ചേർന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന് ഈ മനുഷ്യനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി കുഴിച്ചിടിപ്പിച്ചു. അവിടെ മുതലാണ് ഇതിന്റെ തുടക്കം. ആ തുടക്കം മുതൽ 10-25 വർഷം കൊണ്ട് 400ഓളം മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഇദ്ദേഹത്തിന് കുഴിച്ചിടേണ്ടി വന്നു. ആ മനുഷ്യന്റെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ. മനം മടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന അദ്ദേഹത്തിന് ഇത് പുറത്തു പറയാൻ പറ്റുകയായിരുന്നില്ല. കാരണം ഇദ്ദേഹം പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ 100% ഇദ്ദേഹത്തെയും തട്ടിക്കളയും. അത്ര നിഗൂഢമായ ഒരു കൊള്ളസംഘം പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രദേശത്തുള്ള ഒരു മനുഷ്യർക്കും ഈ സ്ഥാപനത്തിനെതിരെയോ ഈ പ്രസ്ഥാനത്തിനെതിരെയോ പറയുവാനോ സംസാരിക്കുവാനോ ഉള്ള ധൈര്യമില്ല. പോലീസുകാരെയും ഭരണാധികാരികളെയും എല്ലാം ഇവർ വിലക്കെടുത്തിട്ടുണ്ട്. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ തന്നെയാണ്. നമ്മുടെ മോഹൻലാൽ ഇപ്പോൾ ഒരു സിനിമ എടുത്തിരുന്നല്ലേ, തുടരും. അതിൽ തന്നെ പോലീസുകാരനാണ് ആ കൊലപാതകം ചെയ്യുന്നതെങ്കിലും നിരപരാധിയായ ടാക്സി ഡ്രൈവറുടെ പേരിൽ ആ കൊലപാതകം അടിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിന് ജയിലറകളിൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതേ സംഭവം തന്നെയാണ് കർണാടകയിലെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ പോലീസുകാർ തന്നെ അവരെ തന്നെ പ്രതികളാക്കി അവരെ ജയിലിലടയ്ക്കുന്ന അവസ്ഥയാണ് നടന്നു വരുന്നത്. ഈ 400 കൊലപാതകങ്ങൾ ചെയ്ത പ്രതികളെയും ഒരാളെപ്പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഇപ്പോൾ തന്നെ ഇത് പുറത്തു പറഞ്ഞത് തന്നെ അദ്ദേഹം നാട് വിട്ടുപോയതിനു ശേഷം അവിടെ ചെന്ന് ഒരു അഡ്വക്കേറ്റുമായിട്ട് നേരിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഇതിന് കേസെടുക്കണമെന്ന് പറഞ്ഞ് ആ അഡ്വക്കേറ്റ് മുഖാന്തരമാണ് ഇതെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ ഒരു യൂട്യൂബറാണ് ഇതാദ്യമായി ഈ കാര്യം പുറത്തു പറഞ്ഞത്. അദ്ദേഹത്തിന് തന്നെ ജീവന് ഭീഷണിയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവർ ധർമ്മശാലയിലുള്ളവർ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ശക്തമായൊരു നടപടിക്കുള്ള എല്ലാം അവർ സ്വീകരിച്ചിരിക്കുന്നു. 400ഓളം കൊലപാതകങ്ങൾ ചെയ്തിട്ട് പോലും കർണാടക പോലീസിന് ഒരു കേസ് പോലും തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ പോലീസുകാരുടെ കൈക്കൂലിയുടെ തീഷ്ണത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോലീസുകാർ മാത്രമല്ല, ആ സ്ഥലത്തെ ജഡ്ജി പോലും അവരുടെ കയ്യിലാണെന്നാണ് പറയപ്പെടുന്നത്. അത്രയും ഒരു കൊള്ളസംഘം പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇതൊരു ഹിന്ദുമത ക്ഷേത്രമല്ല എന്നാണ് അറിയപ്പെടുന്നത്. ഏതോ ഒരു ജൈന മതത്തിൻ്റെ എന്തിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണിത്. എന്നാൽ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അഭയം തേടി എത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്നും
ഒന്നും അറിയാൻ കഴിയാത്തത്. കാരണം ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ വന്ന് തന്നെ ഒരുപാട് പേര് തന്നെ ഒരു ലക്ഷ്യമില്ലാതെ ഇവിടെ വന്ന് ചേരുകയും പിന്നെ അവിടെ കിടന്ന് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറവിലാണ്, ആ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിൻ്റെ മറവിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തി അവരെയും അതിനോടൊപ്പം കുഴിച്ചിടുന്നത്. അവിടുത്തെ കർണാടകയിൽ ഈ ധർമ്മസ്ഥലയിലെ ഒരു കൗൺസിലർ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇതൊന്നും കൊലപാതകങ്ങളല്ല, ഈ അമ്പലത്തിലേക്ക് വന്ന് ഇവിടെ അഭയം പ്രാപിച്ച് കിടന്ന് അനാഥരായി മരിക്കുന്നവരുടെ ബോഡിയാണ് ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ളത്, അല്ലാതെ ഇവർ ബലാത്സംഗം ചെയ്ത് കൊന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിനും അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം അങ്ങനെയല്ല മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് അദ്ദേഹത്തിനും ജീവിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സ്ഥലത്തുള്ളത്. ഒരു നിഗൂഢത നിറഞ്ഞ ഒരു സ്ഥലമാണിത്. എന്നാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രവുമാണിത്. വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെ ഇവിടെ ഈ ഭാഗത്തേക്കുണ്ട്, ഈ ക്ഷേത്രത്തിലേക്കുണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയും ശക്തമായിട്ട് ഇതൊക്കെ പുറത്തു വന്നുവെങ്കിലും ആകെയുള്ള തെളിവെന്ന് പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളിയുടെ കയ്യിലുള്ള കുറേ അസ്ഥികൂടങ്ങളും കുറേ ഫോട്ടോകളും മാത്രമാണ്. ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ ചെന്നൊരു തെളിവെടുപ്പിന് പോലും ഒരു സാധ്യതയുമില്ല. കാരണം അത്രമാത്രം ശക്തമാണ് ഇവരുടെ ഈ ഗൂഢസംഘം. ആ മനുഷ്യനെ തന്നെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കൊണ്ടുപോകുന്നത് തന്നെ മുഖം മൂടിയൊക്കെ അണിഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേരോ വിവരങ്ങളോ ഒന്നും ഇതുവരെ പുറത്തുവിട്ടില്ല. കാരണം എന്തെങ്കിലും ഒന്ന് പുറത്തു വിട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇദ്ദേഹത്തെയും തട്ടിക്കളയും. അത്രമാത്രം നിഗൂഢതകൾ നിറഞ്ഞ ഒരു കൊള്ളസംഘം പോലെ ആയിരിക്കുന്നു. കൊള്ളസംഘമെന്ന് തന്നെ പറയാൻ പറ്റില്ല, അതിനേക്കാൾ ഭീകരമായ ഒരു സംഘമായി മാറിയിരിക്കുന്നു ഈ വിശ്വാസ കേന്ദ്രങ്ങൾ. നമ്മുടെ കേരളത്തിലുമുണ്ട് ഒരുപാട് വിശ്വാസ കേന്ദ്രങ്ങൾ. ഇതിൻ്റെ എല്ലാം മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു ദിവസം ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പുറത്തു വരുമ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്ന ഈ ക്രൂരമായ പീഡനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കറിയാൻ കഴിയുള്ളൂ. നമുക്കറിയാമല്ലോ, ഇന്ന് തന്നെ ഓരോരോ മതസംഘടനകളുടെ പേരിൽ എത്രയെത്ര പെൺകുട്ടികളാണ് അവരുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവിടെ കിടന്ന് പ്രാർത്ഥനകളും ഈ അഴിഞ്ഞാട്ടങ്ങളും ആട്ടങ്ങളും തലകുലുക്കും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഇതിലുള്ള പെൺകുട്ടികളെയൊക്കെ യവന്മാരൊക്കെ കൊന്നതുപോലെയൊക്കെ കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു രഹസ്യവും പുറത്തു വരില്ല. കാരണം ഈ പെൺകുട്ടികളൊക്കെ വീടുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ലാതെയാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുന്നത്. ഞങ്ങളിങ്ങനെ ഒരു അഭയകേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ്. ഇവരെയൊക്കെ കൊന്നാലോ കൊന്നു കുഴിച്ചിട്ടാലോ ഒന്നും ആരും അന്വേഷിക്കാനും ഉണ്ടാവില്ല, തെളിവുകളും ഉണ്ടാവില്ല. ഇതൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു മതസംഘടനകളെ നിയന്ത്രിക്കാനുള്ള ഒരു പോലീസ് സംവിധാനം തന്നെ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതെല്ലാം കൃത്യമായി നടക്കുകയുള്ളൂ. ഓരോ ഇതുപോലുള്ള മതകേന്ദ്രങ്ങളിലും ഒരു മാസത്തിലൊരിക്കലെങ്കിലും പോലീസ് റെയ്ഡുകൾ നടത്തി അവിടുത്തെ രഹസ്യങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു മോണിറ്ററിലാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. ഏത് മതസംഘടനയായാലും, ഇന്ന മതമെന്നല്ല, ഏത് മതത്തിൻ്റെ ഒരു സംഘടനയും സംഘടനാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഒരു മാസത്തിലൊരിക്കലെങ്കിലും പോലീസിന് ചെന്ന് കയറി അന്വേഷിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഇവർ പിന്മാറുകയുള്ളൂ. നമ്മളെ നാട്ടിൽ തന്നെ അറിയാമല്ലോ, ആയിരക്കണക്കിന് പെൺകുട്ടികളെ കൊണ്ടുവന്നാണ് മതം മാറ്റാനും അതിനും ഇതിനുമായിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പൂട്ടിയിട്ടിരിക്കുന്നത്. ആ കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അതിനുശേഷം ഇവറ്റകൾ അവിടെ കൊല ചെയ്യപ്പെടുകയാണോ മതം മാറ്റി കൊണ്ടുപോവുകയാണോ ഒന്നും അറിയില്ല. ഇതെല്ലാം നിഗൂഢതയിലാണ് നിലനിൽക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ കർണാടകയെ പോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ 400 1000 മൃതദേഹങ്ങളുടെ അസ്ഥികൂടങ്ങൾ നമുക്ക് തോണ്ടിയെടുക്കേണ്ടി വരും. നമ്മുടെ കേരള പോലീസും ഇതൊക്കെ ഒരു പാഠമായി കണ്ട് നേരത്തെ തന്നെ ഇതിനെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. സൗജന്യ കേസ് ഉൾപ്പെടെ 400ഓളം ക്രൂര കൊലപാതകങ്ങൾ നടന്നിട്ട് പോലും ഒറ്റ കേസ് പോലും കർണാടക പോലീസിന് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കേരള പോലീസ് ആവട്ടെ, ജിഷ എന്ന പെൺകുട്ടിയുടെ കൊലപാതകം 2-3 ദിവസം കൊണ്ട് തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഒരു മൊബൈൽ ഫോൺ കണ്ടില്ലെങ്കിൽ പോലും പരാതിപ്പെട്ടാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ ഫോണ് കൃത്യമായി ആ കേസ് തെളിയിക്കും. അതാണ് കേരള പോലീസ്. സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതും ഇവരെ ഫോളോ ചെയ്ത് കുറേ ആൾക്കാർ പോകുന്നതും ഒക്കെ പല ആൾക്കാരും കണ്ടവരുണ്ട്. ആദ്യമൊക്കെ ഇവരെല്ലാം ഇത് മൊഴികൾ കൊടുത്തിരുന്നതാണ്, ഞങ്ങൾ കണ്ടിരുന്നു എന്നും ഇവർ തട്ടിക്കൊണ്ടുപോയെന്നും എന്നൊക്കെ. അവസാനമായപ്പോൾ ഇവരെല്ലാം ഭയപ്പെട്ട് മൊഴി മാറ്റിക്കൊടുത്ത് ഇവരൊന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ കേസ് തള്ളിപ്പോയി. ഇതൊക്കെയാണ് കർണാടകയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഏതോ ഒരു ഡോക്ടറിന്റെ മകളിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായി, ഒരു പ്രൊഫസറിന്റെ മോളെ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നതിന്റെ കേസും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു തെളിവുമില്ല. ഇതിന്റെയൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ ഇവരുടെ കേസുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവർ സ്വീകരിക്കത്തില്ല. ഈ ഒരു മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിരട്ടി ഓടിക്കുകയാണ് ഇവിടുത്തെ പോലീസുകാർ. ഇപ്പൊ എന്തെങ്കിലും ഒരു മിസ്സിംഗ് കേസ് ഉണ്ടെങ്കിലല്ലേ അന്വേഷിക്കേണ്ടതുള്ളൂ. ആരെയും കേസ് കൊണ്ട്
കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കേസ് ഫയൽ ചെയ്യില്ല. ഇപ്പോൾ ഈ 400 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. എന്നാൽ അവിടുത്തെ സ്റ്റേഷനുകളിൽ മിസ്സായ ആൾക്കാരുടെ കേസുകളില്ല. കേസുണ്ടെങ്കിൽ മാത്രമല്ല ഇത് ഇന്ന ആളിനെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഇദ്ദേഹം കൊടുക്കുന്ന എല്ലുകളും കുടുപിടിയൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ DNA ഒക്കെ നടത്തിയിട്ട് ശരിയാണ് ഇന്ന ആളിനെ തന്നെയാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതില്ല, പരാതിപ്പെടുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെയാണ്, കാരണം പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഇന്ന് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്കത്തുള്ള ആ കുടുംബത്തിന് മൊത്തത്തിൽ നശിപ്പിച്ചലാണ്. അപ്പം പേടിച്ചാരെങ്കിലും ഒരാൾ പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ആരും പരാതിപ്പെടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ നിന്ന് അവരെ പേടിപ്പിച്ച് ഓടിച്ചു വിടുകയാണ്. ഏതെങ്കിലും ഒരാൾ ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ആഴ്ചയ്ക്കുള്ളിൽ അവനെയും കാണാതാവും. ഇങ്ങനെയുള്ള അവസ്ഥയാണ് കർണാടകയിൽ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഭീകര അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ കേരളവും ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്ഥിതിയും ഇതൊക്കെ തന്നെയാവും.